73-ാം ഭരണഘടനാ ഭേദഗതിയും പഞ്ചായത്ത് രാജും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. 1992-ലാണ് 73-ാം ഭേദഗതി വരുന്നത്. ഇത് പഞ്ചായത്തുകൾക്ക് ഔദ്യോഗിക ഭരണഘടനാ പദവി നൽകി. ഭരണഘടനയിൽ 9-ാം ഭാഗം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം 29 വിഷയങ്ങളുള്ള 11-ാം പട്ടികയും ഉൾപ്പെടുത്തി. നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 40-നെ നടപ്പിലാക്കാനാണ് ഈ ഭേദഗതി വന്നത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാരം നൽകുന്നു. ഈ ഘടന ത്രിതലമാണ്. 1 ഗ്രാമതലം, 2 ഇടത്തലം, 3 ജില്ലാതലം. 20 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇടത്തലം ഒഴിവാക്കാം. അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമത്തിലെ എല്ലാ വോട്ടർമാരും ഇതിൽ അംഗങ്ങളാണ്. ഇതാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ അടിത്തറ. 3 തലങ്ങളിലേക്കുമുള്ള അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കും. ജനസംഖ്യാനുപാതികമായ SC/ST സംവരണവും ഉണ്ട്. ആകെയുള്ള സീറ്റുകളിൽ 1/3 വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. പഞ്ചായത്തുകളുടെ കാലാവധി 5 വർഷമാണ്. കാലാവധി തീരുന്നതിന് മുന്നേ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. ഓരോ വർഷത്തിലും സംസ്ഥാന സർക്കാർ ധനകാര്യ കമ്മീഷനെ നിയമിക്കും. ഇത് നികുതി വിഹിതം, ഗ്രാന്റുകൾ, ഫണ്ട് വിതരണം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ നൽകുന്നു. 11-ാം പട്ടികയിലെ 29 വിഷയങ്ങളിൽ ചിലതാണ് കൃഷി, ഗ്രാമീണ ഭവനം, കുടിവെള്ളം, ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ. ഈ മേഖലകളിലാണ് പഞ്ചായത്തുകൾ പ്രവർത്തിക്കേണ്ടത്.